ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മയെ നായകനാക്കിയുള്ള ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യശസ്വി ജയ്സ്വാളിന് ഇന്ത്യ ഏകദിനത്തിലേക്ക് കൂടി പരിഗണിച്ചപ്പോൾ ഇടം കയ്യൻ പേസറായി അർഷദ്ദീപ് സിംഗും ടീമിലേക്കെത്തി. ജസ്പ്രീത് ബുംറയും മുഹമ്മദ് ഷമിയും വീണ്ടും പേസ് നിരയിൽ ഒന്നിക്കുമ്പോൾ പരിക്കിൻ്റെ പിടിയിലുള്ള മുഹമ്മദ് സിറാജിന് വിശ്രമം നൽകിയിരിക്കുകയാണ്. രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, യുസ്വേന്ദ്ര ചഹാൽ എന്നീ 3 സ്പിൻ ഓൾറൗണ്ടർമാരെയും ഇന്ത്യ ടീമിലേക്ക് പരിഗണിച്ചു. കുൽദീപ് യാദവും തിരിച്ചെത്തി. വിക്കറ്റ് കീപ്പറായ KL രാഹുലിനെയും ഋഷഭ് പന്തിനെയും ഇന്ത്യ പരിഗണിച്ചപ്പോൾ സഞ്ജു സാംസൺ തഴയപ്പെട്ടു. സമീപകാലത്തായി മിന്നും ഫോമിലുള്ള താരമാണ് സഞ്ജു സാംസൺ. T20യിൽ ഓപ്പണറായി തകർത്തടിക്കുന്ന സഞ്ജുവിൻ്റെ ഏകദിനത്തിലെ ശരാശരി 56 മുകളിലാണ്. എന്നിട്ടും സഞ്ജുവിനെ ഇന്ത്യ തഴഞ്ഞതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. KL രാഹുലിനെ ഇന്ത്യ പരിഗണിച്ചത് മികച്ച തീരുമാനമാണ്. കഴിഞ്ഞ ഏകദിന ലോകകപ്പിലടക്കം തകർപ്പൻ പ്രകടനം നടത്താൻ രാഹുലിനായിട്ടുണ്ട്. വിക്കറ്റ് കീപ്പറായും മികവ് കാട്ടുന്ന രാഹുലിനെ ഇന്ത്യ 1ാം കീപ്പറായി തന്നെ കളിപ്പിക്കും. എന്നാൽ 2ാം നമ്പർ കീപ്പറായി ഋഷഭ് പന്തിനെയാണ് ഇന്ത്യ പരിഗണിച്ചത്. ഏകദിനത്തിൽ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലാത്ത ഋഷഭിന് വീണ്ടും അവസരം ലഭിക്കുന്നത് സഞ്ജുവിനോടുള്ള അനീതിയാണെന്ന് പറയാം. 31 ഏകദിനം കളിച്ച ഋഷഭിൻ്റെ ഏകദിന ശരാശരി 33 മാത്രമാണ്. 1 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. 16 ഏകദിനം കളിച്ച സഞ്ജുവിൻ്റെ ശരാശരി 56 മുകളിലാണ്. 1 സെഞ്ചുറിയും 3 50യും സഞ്ജു നേടി. ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി നേടാൻ സഞ്ജുവിന് സാധിച്ചു. എന്നാൽ ഇപ്പോഴും സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്ന് തഴയുകയാണ്. ഇതെന്ത് ന്യായമാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫി കളിച്ചിരുന്നില്ല. കേരളത്തിനൊപ്പം സഞ്ജു വിജയ് ഹസാരെ ട്രോഫി കളിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അദ്ദേഹം ഇടവേളയെടുക്കുകയായിരുന്നു. ഇത് സഞ്ജുവിനെ വിജയ് ഹസാരെ ട്രോഫി ടീമിൽ നിന്ന് തഴയുന്നതിന് കാരണമായെന്ന് തന്നെ പറയാം. സഞ്ജു വിജയ് ഹസാരെ ട്രോഫി കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പരിഗണന ലഭിക്കുമായിരുന്നു. എന്നാൽ വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്തത് സഞ്ജുവിന് തിരിച്ചടിയായി. സഞ്ജു സാംസൺ ഏകദിന ടീമിൽ കൂടുതൽ പിന്തുണ അർഹിച്ചിരുന്നു. സമീപകാലത്തെ അദ്ദേഹത്തിൻ്റെ ഫോമും വളരെ മികച്ചതായിരുന്നു. എന്നാൽ സഞ്ജുവിനെ ഇപ്പോഴും ഇന്ത്യ ഏകദിനത്തിലേക്ക് പരിഗണിക്കുന്നില്ലെന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം. മികച്ച റെക്കോർഡ് സഞ്ജുവിനുണ്ടായിട്ടും ഋഷഭിനെ കളിപ്പിക്കാൻ കാരണം അദ്ദേഹം ഇടം കയ്യൻ ബാറ്റ്സ്മാൻ ആണെന്നതിനാലാണ്. അതുകൊണ്ടാണ് ഋഷഭിന് കൂടുതൽ മുൻതൂക്കം ഇന്ത്യൻ ടീമിൽ ലഭിക്കുന്നത്. സഞ്ജു സാംസണെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്നും തഴഞ്ഞതോടെ ഇനി ഏകദിനത്തിലേക്ക് തിരിച്ചുവരവ് കടുപ്പമായിരിക്കുമെന്ന് പറയാം. ഇനി ഏകദിന ഫോർമാറ്റിലേക്ക് മടങ്ങിയെത്തുക എന്നത് സഞ്ജുവിന് പ്രയാസമാകും. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജുവിന് സ്ഥാനമുണ്ട്. ഓപ്പണറായി സഞ്ജു കളിക്കും. മികവ് കാട്ടാൻ സാധിച്ചാലും സഞ്ജുവിന് ഇനി ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് എത്താനാവില്ല. സഞ്ജു സൂപ്പർ താരമാണെങ്കിലും ഏകദിനത്തിൽ കളിപ്പിക്കാൻ പരിശീലകൻ ഗൗതം ഗംഭീറിന് താൽപ്പര്യമില്ല. ഇന്ത്യ മധ്യ ഓവറിൽ സഞ്ജു സാംസണെ കളിപ്പിക്കുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രയാസമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തഴയപ്പെട്ടത്. എന്നാൽ ഇത് അനീതിയാണെന്നും ഋഷഭിന് അനാവശ്യമായി കൂടുതൽ പിന്തുണ നൽകുകയാണെന്നുമാണ് ആരാധകർ ആരോപിക്കുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.